ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ നൂഡിൽസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വരൂ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യമായി നൂഡിൽസ് വേവിച്ചെടുക്കുന്നതിനായി ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നൂഡിൽസ് സ്റ്റിക്കി ആവാതിരിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇത് ഇളക്കി കൊടുത്ത് ഉപ്പ് പാകമാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതിനി ഇതിൽ കിടന്ന് നന്നായി തിളച്ചൊന്ന് വെന്ത് വരണം. ഏകദേശം 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. വെന്ത് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇനി നൂഡിൽസ് തയ്യാറാക്കുന്നതിനാവശ്യമായ പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നൂഡിൽസൊക്കെ തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ഹൈയിൽ വെക്കണേ. കൂടാതെ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിലൊക്കെയാണ് നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്ന് ചേർത്ത് ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് ഒരു പച്ചമുളക് വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. കൂടെ ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. സവാള ഈ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടണം. വാടി കിട്ടിയ പോലെ നല്ല രീതിയിൽ ഞെരിഞ്ഞ് കിട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. കണ്ടില്ലേ, ഇപ്പോൾ സവാളയുടെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളറിലോട്ട് എത്തണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാൻ ചെറിയ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചതുരത്തിൽ മുറിച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. ക്യാരറ്റൊന്നും അധികം വെന്ത് വരേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ തന്നെ മതിയാകും. ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നൂഡിൽസ് ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകുമേ. ഫ്ലെയിം ഹൈയിലായതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി മറുഭാഗത്ത് ഞാൻ 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുക്കുന്നുണ്ട്. ഇതൊരു സൈഡ് അത്യാവശ്യം വെന്ത് വന്ന ശേഷം നമുക്ക് ചിക്കി എടുക്കാം. ഈ സമയത്ത് ഈ നൂഡിൽസിലോട്ട് ആവശ്യമായ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായി ചിക്കി എടുത്ത ശേഷം ഈ വെജിറ്റബിൾസിലോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിനി വേവിച്ച് വെച്ച നൂഡിൽസ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നൂഡിൽസ് ഒരു 90-95% വേവിൽ ഡ്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റുമേ. നല്ല രീതിയിൽ വെന്ത നൂഡിൽസ് ആണെങ്കിൽ 2 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം, അതല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവേ. ഇനി ഈ നൂഡിൽസും വെജിറ്റബിൾസും എഗ്ഗും എല്ലാം കൂടി നന്നായി മിക്സായി വരുന്ന രീതിയിൽ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്ട്രീറ്റ് സ്റ്റൈൽ നൂഡിൽസ് റെഡി. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നൂഡിൽസാണ് ഇത്. കടയിൽ നിന്ന് അജിനോമോട്ടോയൊക്കെ ചേർത്തുള്ള നൂഡിൽസൊക്കെ വാങ്ങി കൊടുക്കുന്നതിനേക്കാളും പകരം ഇതുപോലെയുള്ള നൂഡിൽസ് വാങ്ങി ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്